ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, വചനം തിരുവചനം ശുശ്രൂഷയിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവവചന ഭാഗം ഞാൻ ആരാണ് എന്നതിനെ പറ്റിയാണ്. 2012 അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറയുന്ന സ്ഥലത്ത് 72 വയസ്സ് പ്രായമുള്ള മരിയ ഷട്ട്ലഫ് എന്ന വനിത ഒരു യൂസ്ഡ് ബുക്ക് സ്റ്റോളിൽ കടന്നു ചെന്ന് ഒരു പഴയ ബൈബിൾ വളരെ വില കുറച്ച് കിട്ടുന്ന ആ കടയിൽ നിന്നും വാങ്ങി തൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്നു. ആ ബൈബിൾ വായിക്കാനായിട്ട് തുറന്നു നോക്കിയപ്പോൾ മരിയ ഷട്ട്ലഫ് ഒരു കാര്യം കണ്ടു. അതിൻ്റെ താളുകൾക്കിടയിലായി മഞ്ഞ നിറത്തിലുള്ള ഒരു കടലാസ് 4 കഷ്ണത്തിൽ മടക്കി വച്ചിരിക്കുന്നു. ഈ പേപ്പർ എന്താണെന്നറിയാൻ അത് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് തൻ്റെ പേര് തന്നെ എഴുതിയിരിക്കുന്നതാണ്. അത് തൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആണ്, തൻ്റെ കൈയക്ഷരമാണ് എന്ന് മരിയയ്ക്ക് മനസ്സിലാകുന്നു. വീണ്ടും നോക്കിയപ്പോൾ മനസ്സിലായി തനിക്ക് 10 വയസ്സുള്ള സമയത്ത് സൺഡേ സ്കൂളിൽ താൻ കാറ്റക്കിസം പഠിച്ചിരുന്ന സമയത്ത് നടന്ന ഒരു എസ്സേ കോമ്പറ്റീഷൻ, ഒരു ഉപന്യാസ മത്സരത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് 1ാം സ്ഥാനം കിട്ടിയ ആ ലേഖനം, ആ പേപ്പർ അത് മടക്കി വച്ചിരിക്കുകയാണ്. 62 വർഷങ്ങൾക്ക് ശേഷം ഈ കടലാസ് തൻ്റെ കയ്യിൽ കിട്ടുകയാണ്. 10 വയസ്സുള്ള താൻ ഇത് എഴുതുമ്പോൾ ജീവിച്ചിരുന്നത് കെൻറ്റക്കി എന്ന് പറയുന്ന സ്ഥലത്താണ്. കാലിഫോർണിയയിൽ നിന്നും 3500 കിലോമീറ്ററുകൾ ദൂരെയുള്ള സ്ഥലത്താണ് അന്ന് താമസിച്ചിരുന്നത്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 62 വർഷങ്ങൾക്ക് ശേഷം താൻ എഴുതിയ അതേ കടലാസ് തൻ്റെ കയ്യിൽ ഒരു ബൈബിളിലൂടെ കിട്ടിയപ്പോൾ മരിയ പൊട്ടിക്കരയുകയാണ്. മരിയ ഷട്ട്ലഫ് അതിനെപ്പറ്റി പറഞ്ഞത് ഇതാണ്: നമ്മുടെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവിടുത്തെ വിധികൾ നമ്മുടെ മനസ്സിന് ആഗ്രാഹ്യവുമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ കർത്താവ് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്: എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെ അല്ല. ആകാശം ഭൂമിയിൽ നിന്ന് എത്രമാത്രം ഉയർന്നിരിക്കുന്നു, അത്രത്തോളം ഉന്നതമാണ് എൻ്റെ ചിന്തകളും നിങ്ങളുടെ ചിന്തകളും തമ്മിലുള്ള വ്യത്യാസം എന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നു, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം എന്തായിരുന്നു? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു: അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ ജീവിച്ചിരുന്നത്. ഒരു കാലത്ത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മോഹങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ട് നമ്മളും സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചു. അന്ന് നമ്മൾ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ കാരുണ്യത്താൽ നാം രക്ഷിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇതാണ്: ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഗ്രഹങ്ങളും മോഹങ്ങളും അഭിലാഷങ്ങളും സാധിച്ചു കൊടുത്തുകൊണ്ട് പാപത്തിൻ്റെ അടിമയായി കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ബൈബിൾ ഉത്തരം പറയുന്നു. 51-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ തിരുവചനം: അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നിന്നും ഉയരുന്ന ഒരു നിലവിളി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏത് ജാതിയിലോ മതത്തിലോ പെട്ട വ്യക്തിയാണെങ്കിലും ഒരിക്കലെങ്കിലും ഇങ്ങനത്തെ ഒരു നിലവിളി അവൻ്റെ ഹൃദയത്തിൽ നിന്നും ഉയരാതിരുന്നിട്ടില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത് റോമാലേഖനം 7-ാം അധ്യായത്തിലാണ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇങ്ങനെ പറയുകയാണ്: ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ പ്രവർത്തിച്ചു പോകുന്നു. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു നിലവിളിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല, ആഗ്രഹിക്കാത്ത തിന്മ ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പ്രവർത്തിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ,
ഇങ്ങനെ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലാത്തവരായി ഏത് മനുഷ്യരാണ് ഭൂമിയിലുള്ളത്? പ്രഭാതത്തിൽ നല്ല തീരുമാനമെടുത്തിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ ഒരു 3-4 തവണയെങ്കിലും ആ പ്രഭാതത്തിലെടുത്ത തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ വേദന, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കാത്ത പല തിന്മകളും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന് എന്നെ പരാജയപ്പെടുത്തി കളയുന്നു എന്ന് നിലവിളിക്കാത്ത മനുഷ്യർ ലോകത്ത് ഇല്ല. അപ്പോസ്തലനായ പൗലോസും നിലവിളിക്കുകയാണ്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഞാൻ പാപിയായ മനുഷ്യൻ, പാപത്തിൻ്റെ ഒരു പുള്ളിംഗ് പവർ എൻ്റെ മേൽ എപ്പോഴുമുണ്ട്. ഭൂമി എല്ലാ വസ്തുക്കളെയും താഴേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ പാപം എന്നെ എപ്പോഴും ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യൻ പാപിയാണ് എന്ന് പറയുന്നത് അവൻ പാപം ചെയ്യുന്നത് കൊണ്ടല്ല, പ്രത്യുത അവൻ പാപി ആയതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. ഒരു മാവിൽ നിന്നും മാങ്ങ വരുന്നത് പോലെ, ഒരു തെങ്ങിൽ നിന്നും തേങ്ങ വരുന്നത് പോലെ മനുഷ്യനിൽ നിന്നും പാപം ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് വരികയാണ്. കാരണം അവൻ്റെ ഉള്ളിൽ അവൻ ജനിക്കുമ്പോൾ തന്നെ പാപം ഉണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തീത്തോസിന് എഴുതിയ ലേഖനം അധ്യായം 3 വചനം 3 തൊട്ട് വായിക്കുമ്പോൾ, നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അലസന്മാരും അന്ധന്മാരും പലവിധം പാപങ്ങൾക്കും മോഹങ്ങൾക്കും ഇച്ഛകൾക്കും വിധേയപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരും മനുഷ്യരാൽ വെറുക്കപ്പെടുന്നവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും കഴിഞ്ഞവരും ആയിരുന്നു. ദൈവത്തെ യഥാർത്ഥത്തിൽ അറിയാതിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യനിൽ കുടികൊള്ളുന്ന തിന്മയുടെ ശക്തി വളരെ വളരെ വലുതാണ്. ലോകത്തിൽ വിശുദ്ധി കൊണ്ട് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ പൗലോസിൻ്റെ ജീവിതം യേശു ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് മറ്റു മതസ്ഥരെ ഒന്നും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു റിലീജിയസ് ഇൻടോളറൻസിൻ്റെ ഒരു ഹൃദയമായിരുന്നു. അതായത് തൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമായി ചിന്തിക്കുന്ന ഒരാളെപ്പോലും ഹൃദയത്തിൽ സ്നേഹിക്കുവാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കാതിരുന്ന കഠിനമായ വിദ്വേഷത്തിൻ്റെ അടിമയായിരുന്നു പൗലോസ്. പത്രോസാണെങ്കിൽ ദൈവത്തെപ്പറ്റി യാതൊരു ചിന്തകളുമില്ലാതെ ഈ ലോകത്തിൻ്റെ ഒരു മനുഷ്യനായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. സക്കേവൂസ് ആണെങ്കിലോ പണത്തിനു വേണ്ടി മാത്രം ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ്. ഊണിലും ഉറക്കത്തിലും എല്ലാം പണം എന്നുള്ളൊരു ചിന്ത മാത്രം. ഒരു ദിവസം ഒരു 15 തവണയെങ്കിലും നോട്ടുകെട്ടുകൾ എണ്ണി നോക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. മഗ്ദലന മറിയമാണെങ്കിൽ കൊടിയ പാപത്തിൽ ശരീരത്തിൻ്റെ അശുദ്ധികൾക്ക് തന്നെ വിട്ടുകൊടുത്തിരുന്നൊരു വ്യക്തി. എല്ലാവിധത്തിലും ബൈബിളിൽ വിശുദ്ധരായി കാണപ്പെടുന്ന മനുഷ്യർ ദൈവത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു എന്ന് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടിമത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നു, ഞാൻ ഇന്ന് ആരായി തീർന്നിരിക്കുന്നു. എഫേസ്യർ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം പറയുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. എഫേസ്യർ 2:10 പറയുന്നു, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സൽപ്രവൃത്തികൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വീണ്ടും 1 യോഹന്നാൻ 3:1 പറയുന്നു, നാം ദൈവ മക്കളാണ്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നാം ദൈവത്തിൻ്റെ ആലയമാണ്. വി ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നാം ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്നും നമ്മൾ അറിയുന്നില്ലേ? പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിത ഗണം, വിശുദ്ധ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം. ഒരു കാലത്ത് പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്ന മനുഷ്യനെ യേശു ക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് കഴുകുകയും ദൈവത്തിന് വന്ന് വസിക്കാൻ പറ്റുന്ന ഒരു ടെമ്പിളായി, ഒരു ആലയമായി ആ വ്യക്തിയെ മാറ്റുകയും ചെയ്യുകയാണ്. ഞാൻ ഇന്ന് ആരാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് എൻ്റെ വിജയം. ഞാൻ രാജാതിരാജൻ്റെ മകനാണ്, മകളാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള യാത്ര ആരംഭിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ രാജ്യത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ എൻ്റെ യാത്ര തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ,
അതുകൊണ്ടാണ് ക്രിസ്തുവിൽ നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ അറിയണം എന്ന് ബൈബിൾ ആവർത്തിച്ച് പറയുകയാണ്. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടെ നമ്മളെ മോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അവനിലാണല്ലോ നമുക്ക് പാപമോചനവും രക്ഷയും കൈവന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് പഴയ മനുഷ്യനല്ല, ഞാൻ ഇന്ന് പുതിയ ഒരു സൃഷ്ടിയാണ്. 2 കൊറിന്ത്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തുവിലായിരിക്കുന്നവനൊരു പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നിരിക്കുന്നു. പഴയതെല്ലാം കടന്നുപോയി, പഴയത് സകലതും മായ്ക്കപ്പെട്ടിരിക്കുന്നു. ആ പാപങ്ങളുടെ ശിക്ഷ എനിക്കിനി ഇല്ല. അങ്ങനെ ഒരു പാപം ഞാൻ ചെയ്തതായി ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇല്ല. പഴയത് മുഴുവനും കടന്നു പോയിരിക്കുന്നു, ഇന്നിതാ പുതിയത് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അഗസ്റ്റിൻ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യപുത്രരായ നമ്മളെ പുത്രന്മാരും പുത്രിമാരുമാക്കുന്നതിന് വേണ്ടി, ദൈവമക്കളാക്കുന്നതിന് വേണ്ടി ദൈവപുത്രനായ യേശു മനുഷ്യപുത്രനായി തന്നെ താഴ്ത്തി എന്ന്. ഞാനിന്ന് ദൈവത്തിൻ്റെ മകനാണ്, ഞാനിന്ന് ദൈവത്തിൻ്റെ മകളാണ് എന്നുള്ള ചിന്ത എനിക്ക് നിങ്ങൾക്കും ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. മാത്രമല്ല, നാം മക്കളാണെങ്കിൽ അവകാശികളാണ് എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ, ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള സകല അവകാശങ്ങളും എനിക്ക് നിങ്ങൾക്കും ഉള്ളതാണ്. ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ അവൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പിണങ്ങി നിൽക്കുന്ന സമയത്ത് പിതാവ് അവനോട് പറയുന്ന ഒരു വചനമുണ്ട്: മകനെ, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ് എന്ന് എന്നോടും നിങ്ങളോടും ദൈവം വിളിച്ചു പറയുകയാണ്. നാം മക്കളാണെങ്കിൽ നാം അവകാശികളാണ്, ദൈവത്തിനുള്ളതെല്ലാം നമുക്കുള്ളതാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജീകരിച്ചു വച്ചിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യ മനസ്സ് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന പദ്ധതികൾ ഒരു മനുഷ്യനും മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് ദൈവം പറയുന്നത്. അത്രമാത്രം മനോഹരമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിച്ച് ഒരു പദ്ധതി ഒരുക്കി കാത്തിരിക്കുന്നു. ആ പദ്ധതിയിലേക്ക് ഞാൻ നിങ്ങൾ പ്രവേശിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായിട്ട് കടന്നു വരുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ആരായി തീരും എന്നുകൂടി ബൈബിൾ പറയുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനത്തിൽ കാണുന്നു, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്, എന്നാൽ നാം ആരായി തീരും എന്ന് ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാവുമ്പോൾ നമ്മളും അവിടത്തെ പോലെ ആയി തീരും. അപ്പോൾ കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള കാര്യം ശരിയാണ്. നാം ആരായി തീരും എന്നുള്ളതിനെപ്പറ്റി പറയുന്നു. യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നമ്മൾ അവിടത്തെ പോലെ ആയി തീരും. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ദൈവമക്കളാണെങ്കിലും നമ്മളിൽ ഒരുപാട് കുറവുകൾ ഉണ്ട്. ആ കുറവുകൾ കണ്ടുകൊണ്ട് നമ്മളാരും അസ്വസ്ഥരാകരുത് എന്നാണ് കർത്താവ് പറയുന്നത്. കാരണം പക്വതയിലേക്കുള്ള വളർച്ച സമയമെടുക്കുന്ന ഒന്നാണ്. ഇറ്റ് വിൽ ടേക്ക് ടൈം. ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്. ഒരു ചെടി നട്ടാൽ വളർന്നു വരാൻ സമയമെടുക്കുന്നത് പോലെ, ഒരു മൃഗം അതിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചാൽ അതൊരു വലിയ മൃഗമാകാൻ സമയമെടുക്കുന്നത് പോലെ, ലോകത്തിലുള്ള എല്ലാ കാര്യത്തിനും ഒരു സമയമുണ്ട്. സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നു, എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഭൂമി കറങ്ങുന്നത് മൂലം അത് സംഭവിക്കുന്നു. ഒരു സമയമെടുത്താണ് എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. അതുപോലെ ദൈവമക്കൾ അവരുടെ എല്ലാ കുറവുകളിൽ നിന്നും മോചനം പ്രാപിച്ച് പക്വതയിലേക്ക് വളർന്നു വരുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല. ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ കുറവ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകരുത് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കാരണം അവൻ്റെ കുറവ് മാറാൻ കുറച്ച് സമയം എടുക്കും. ചിലപ്പോൾ കുറച്ച് വർഷങ്ങളെടുത്തെന്നിരിക്കും. ആ വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് അവളിൽ യഥാർത്ഥത്തിലൊരു മാറ്റം വരുന്നത്. യേശുക്രിസ്തുവിനെ അറിഞ്ഞ ഉടൻ തന്നെ ഒരു വ്യക്തി അൽഫോൻസാമയെ പോലെയോ അന്തോനീസ് പുണ്യാളനെ പോലെയോ പരിപൂർണരായി പെരുമാറണമെന്ന് നമ്മളാരും ശാഠ്യം പിടിക്കരുത്. കാരണം അത് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. പകരം കർത്താവ് അതിന് എതിരായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാമെല്ലാം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കർത്താവായ ദൈവത്തിൻ്റെ ദാനമാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്,
പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷയെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പ്രവർത്തിച്ച് കഴിയുമ്പോൾ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് ആ വ്യക്തി രൂപാന്തരപ്പെടും. ഓരോ ദിവസവും ചെറിയ രീതിയിൽ മാറ്റം വരും. മുന്നോട്ട് പോകുന്ന വ്യക്തി ചിലപ്പോൾ തലയും കുത്തി താഴോട്ട് വീണെന്നും ഇരിക്കും, ചിലപ്പോൾ നേരത്തതിനേക്കാളും മോശമായി പോയെന്നും ഇരിക്കും. എങ്കിലും ഭയപ്പെടരുത് എന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത്. കാരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തി അവൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ദൈവാത്മാവിൻ്റെ ഒരു പ്രവൃത്തി അവളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അതിന് സമയമെടുക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ആത്മാവ് പ്രവർത്തിച്ച് ഒരു മനുഷ്യനെ പതുക്കെ പതുക്കെ രൂപാന്തരപ്പെടുത്തി പതുക്കെ വളർത്തിയെടുത്ത് യേശുവിനെ പോലെയാക്കുന്ന പ്രക്രിയയുടെ പേരാണ് സ്പിരിച്വൽ ഗ്രോത്ത് അഥവാ ആത്മാവിൻ്റെ വളർച്ച അഥവാ ആത്മീയ വളർച്ച എന്നൊക്കെ പറയുന്നത്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, ബൈബിൾ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടും, നമ്മൾ ചിരിക്കും, ചിലപ്പോൾ നമ്മൾ കരയും. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പത്രോസ്ലീഹ. കടലിൻ്റെ മുകളിൽ കൂടി നടന്നുപോയ പത്രോസ്ലീഹ, ഒരുപാട് അത്ഭുതങ്ങൾ നേരിട്ട് കണ്ട പത്രോസ്ലീഹ, യേശുവിനെ തൊടാനുള്ള ഭാഗ്യം കിട്ടിയ പത്രോസ്ലീഹ, യേശുവിൻ്റെ തൊട്ടടുത്തിരുന്ന് യേശുവിൻ്റെ മൊഴികൾ കേൾക്കാൻ ഭാഗ്യം കിട്ടിയ പത്രോസ്ലീഹ, രൂപാന്തരമലയിൽ യേശു സൂര്യനെപ്പോലെ വെട്ടിത്തിളങ്ങിയപ്പോൾ കണ്ണു തുറന്ന് തൊട്ടടുത്തുന്നത് കാണുകയും പിതാവായ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയും മേഘമിറങ്ങി വന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മഹത്വം കാണുകയും ചെയ്ത പത്രോസ്ലീഹ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. 3 വ്യക്തികളുടെ മുമ്പിൽ ഞാൻ അവനെ അറിയത്തില്ല എന്ന് പറഞ്ഞ്, ഞാൻ അവനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ്, ഞാൻ അവൻ്റെ സ്വരം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ്, അവൻ്റെ പേര് പോലും കേട്ടിട്ടില്ല, യേശു ആരാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ശപിക്കുകയും ആണയിടുകയും ചെയ്തുകൊണ്ട് ദയനീയമായിട്ട് പരാജയപ്പെട്ടപ്പോൾ പോലും ദൈവം പത്രോസിനെ കൈവിടുന്നില്ല. ഇതിൻ്റെ കാരണം ദൈവത്തിനറിയാം, എൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മകൻ പത്രോസിൽ പ്രവർത്തിച്ച് പതുക്കെ മാത്രമേ എൻ്റെ മകനെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കാറുണ്ട്, പത്രോസ് പരാജയപ്പെട്ടു പോയപ്പോൾ ബാക്കിയുള്ള ശിഷ്യന്മാർ പോലും ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു കാണും, എന്നാലും പത്രോസ് ഇത്രയും ദയനീയമായിട്ട് പരാജയപ്പെട്ടല്ലോ, ഇനി ഈ പത്രോസിനെ കൊണ്ട് ദൈവത്തിന് യാതൊരു പ്രയോജനവുമില്ല. ഇത്രമാത്രം ദയനീയമായിട്ട് പരാജയപ്പെട്ട ഒരു മനുഷ്യനെ ദൈവത്തിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ദൈവത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ പിന്നീട് കാണുന്നു. സഭയുടെ 1ാമത്തെ മാർപ്പാപ്പയായി പത്രോസ് മഹത്വത്തോടെ നിറഞ്ഞു നിൽക്കുന്നതാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. ഇതിന് കാരണമായി തീർന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനിൽ പതുക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ നാട്ടിൽ ധ്യാനങ്ങൾ കൂടി ആൾക്കാർ വന്നു കഴിഞ്ഞ് ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ച് അടുത്ത ആഴ്ച വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അബദ്ധം പറ്റുമ്പോൾ ആ വ്യക്തിയുടെ ജീവിത പങ്കാളി തന്നെയാണ് ആദ്യം ചാടി വീഴുന്നത്. അച്ചായൻ്റെ ധ്യാനമൊക്കെ വെറുതെ ആയിരുന്നു, ചുമ്മയാണ് ഇത്രയും നാൾ ഇവിടെ പോയി ഡ്രാമ കാണിച്ചത്, ഇപ്പോൾ നേരത്തെക്കാളും മോശമായെന്നും പറഞ്ഞ് നമ്മൾ തന്നെ ബഹളം തുടങ്ങുകയാണ്. മക്കൾ ഒരു വശത്തുനിന്ന്, കൂട്ടുകാർ വേറൊരു വശത്തുനിന്ന്. ആ മനുഷ്യൻ ഒടുവിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് എല്ലാം വലിച്ചെറിഞ്ഞു കളയുന്നു. പകരം അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഇതാണ്: 1, 2, 3 വീഴ്ച എന്നല്ല, 10 വീഴ്ച വന്നാലും സാരമില്ല, പതുക്കെ ചേട്ടൻ വളർന്നു വരിക തന്നെ ചെയ്യും എന്നുള്ള സത്യം നമ്മൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഒരു കുഞ്ഞ് നടക്കുമ്പോൾ ഒരുപാട് തവണ വീണതിന് ശേഷമാണ് ആ കുഞ്ഞ് ശരിയായ രീതിയിൽ വീഴാതെ നടക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ദൈവത്തോടൊപ്പം വീഴാതെ നടക്കുന്നത്. സത്യത്തിൽ വളരെ പ്രയാസമാണ് ദൈവത്തോടൊപ്പം വീഴാതെ നടക്കുന്നത്. നാം എത്രമാത്രം ആത്മാർത്ഥതയുള്ളവരാണെങ്കിലും ശ്രമിച്ചാലും നാം ഒരുപാട് വർഷങ്ങൾ തന്നെ ചിലപ്പോൾ വീണുകൊണ്ടിരിക്കും. ഒടുവിൽ ദൈവത്തിൻ്റെ കൃപയുടെ ഒരു നിറവ് നമ്മിൽ വന്നു കഴിയുമ്പോഴാണ് വീഴാതെ നടക്കുവാനായിട്ട് നാം ശരിക്കും സാധിക്കുന്നത്. അത് നമ്മുടെ കഴിവുകൊണ്ടല്ല, ദൈവം നമ്മളെ താങ്ങുന്ന ഒരു അവസ്ഥയിൽ പൂർണ്ണമായിട്ട് നമ്മൾ എത്തിച്ചേരും. അങ്ങനെ എത്തിച്ചേരാൻ ഒറ്റയടിക്ക് സാധ്യമല്ല. അതിന് നമ്മൾ ഒരുപാട് നാളുകൾ എടുക്കേണ്ടതായിട്ട് വരുന്നു. ഇത് നമ്മുടെ ഭവനത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞാൽ ധ്യാനം കൂടി വരുന്ന വ്യക്തികളെ നമ്മൾ ആക്ഷേപിക്കുകയില്ല, അവരുടെ ഒരു വീഴ്ചയിൽ നമ്മളവരെ പരിഹസിക്കുകയില്ല, അവർക്കൊരബദ്ധം പറ്റിയാൽ നമ്മളവളെ തള്ളിക്കളയുകയില്ല. പകരം നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ചെടുക്കും. പൗലോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പൗലോസ് ദൈവത്തിൻ്റെ തീ കൊണ്ട് നിറഞ്ഞൊരു മനുഷ്യനായിരുന്നു. ശക്തനായ സുവിശേഷ പ്രഘോഷകൻ, യേശുവിന് വേണ്ടി മരിക്കുവാനും കൊതിച്ച് നടന്ന മനുഷ്യൻ. എന്നിട്ടും സുവിശേഷം എഴുതിയ മർക്കോസ് എന്ന് പറയുന്ന പരിശുദ്ധാത്മ നിറവുള്ള ഒരു മനുഷ്യനുമായി ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ ഈ മർക്കോസ് എന്ന് പറയുന്ന സുവിശേഷം എഴുതിയ ദൈവത്തിൻ്റെ മകനെ എൻ്റെ കൂടെ ഇനി കൂട്ടത്തില്ല എന്ന് പറഞ്ഞ് പിടിവാശി കാണിച്ച് 2 പേരും 2 വഴിക്ക് പിരിയുന്ന
വേദനാജനകമായ ഒരു രംഗം നമ്മൾ ബൈബിളിൽ കാണുകയാണ്. പക്ഷേ ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ രണ്ട് വഴിക്ക് പിരിഞ്ഞ് രണ്ട് സ്ഥലത്ത് പോയി സുവിശേഷം പ്രസംഗിച്ചു. രണ്ടു പേർക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, രണ്ട് വഴിക്കായിപ്പോയി. എന്നിട്ടും ദൈവം പൗലോസിനെ തള്ളിക്കളഞ്ഞില്ല, മർക്കോസിനെയും തള്ളിക്കളഞ്ഞില്ല. ദൈവം ഇതിൻ്റെ പേരിൽ രണ്ടു പേരോടും മുഖം കറുപ്പിക്കുന്നില്ല. പകരം ദൈവം അവർക്ക് സമയം കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ പതുക്കെ പതുക്കെ പ്രവർത്തിക്കുന്നു. അവസാനം എന്തു പറ്റിയെന്നറിയാമോ? തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ തൻ്റെ 70 വയസ്സ് കഴിഞ്ഞ പ്രായത്തിൽ തൻ്റെ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, തിമോത്തി നീ വരുമ്പോൾ നീ നമ്മുടെ മർക്കോസിനെ കൂടെ കൂട്ടിക്കൊണ്ടുവരണം. ശുശ്രൂഷയിൽ അവൻ എനിക്ക് വളരെ പ്രയോജനം ചെയ്യും. വർഷങ്ങൾക്ക് മുമ്പ് ഇവനെ എൻ്റെ കൂടെ വേണ്ട എന്ന് പറഞ്ഞ് വഴിക്കിനി കണ്ടുപോരെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ ഈ മകനെ 70 വയസ്സ് കഴിഞ്ഞ സമയത്ത് ആത്മീയ വളർച്ച പ്രാപിച്ചപ്പോൾ, പക്വത പ്രാപിച്ചപ്പോൾ, ദൈവസ്നേഹത്തിൻ്റെ നിറവിലേക്ക് കടന്നു വന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തള്ളിക്കളഞ്ഞ തൻ്റെ കൂട്ടു സഹോദരനെ തിരിച്ചു കൊണ്ടുവരാനും അവനോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാനുമുള്ള ഒരു സ്നേഹം പൗലോസ് കാണിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ ചിന്തിക്കുക. പൗലോസിൻ്റെ ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു തെറ്റ്, ആ തെറ്റിൻ്റെ പേരിൽ ദൈവം പൗലോസിനെ അന്ന് തള്ളിക്കളഞ്ഞെങ്കിൽ സഭയ്ക്ക് വലിയൊരു വിശുദ്ധനെ നഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ ദൈവം പതുക്കെ അതിൻ്റെ നേരെ കണ്ണടക്കുകയാണ്. എന്നിട്ട് ദൈവം സമയം കൊടുക്കുകയാണ്. പൗലോസിന് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊടുക്കുകയാണ്, കൃപ കൊടുക്കുകയാണ്, സ്നേഹം കൊടുക്കുകയാണ്. അങ്ങനെ വളർന്നു വന്ന പൗലോസ് തെറ്റ് മനസ്സിലാക്കുകയും തൻ്റെ വാർദ്ധക്യത്തിൽ ആ തെറ്റ് തിരുത്തി ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി തരികയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. പതുക്കെ പതുക്കെ ദൈവം നമ്മളെ ആത്മാവിൻ്റെ നിറവിലേക്കും അഭിഷേകത്തിലേക്കും വളർത്തിയെടുക്കുന്നു. ഒന്നുമില്ലാത്ത ഇരുട്ടിൽ നിന്നും പ്രകാശം നിറഞ്ഞൊരു മനുഷ്യനാക്കി ദൈവം നമ്മളെ മാറ്റുകയാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ ചൈതന്യവും പ്രകാശവും ദൈവിക സ്വഭാവവും ഒക്കെ ദൈവം നമുക്ക് മടക്കി തരുന്നു. നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ അപ്പൻ വാശിക്കാരനാണെങ്കിൽ നമ്മൾ വാശിക്കാരനാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് സയൻസ് പറയും. അമ്മ പിടിവാശിക്കാരിയാണെങ്കിൽ മക്കൾ പിടിവാശിക്കാരാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് സയൻസ് പറയുന്നു. എന്തെല്ലാം സ്വഭാവങ്ങൾ അപ്പനിലും അമ്മയിലും ഉണ്ടോ അത് മക്കളിലേക്ക് വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ അടുത്ത നാളിൽ നടത്തിയ ഒരു സയൻസിൻ്റെ പഠനം പറയുന്നു, 6 തലമുറകളിലുള്ള വല്യപ്പച്ചിമാരുടെയും വല്യമ്മച്ചിമാരുടെയും സ്വഭാവങ്ങളും നന്മകളും തിന്മകളും എന്തിനു മുഖഭാവവും ചിരിയും പോലും മക്കളിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ പാരമ്പര്യത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ നിസ്സഹായരാണ്. നമ്മൾ പോലും അറിയാതെ നമ്മിലേക്ക് പാപം കടന്നു വന്ന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിറയുകയാണ്. ദൈവത്തിന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം പറയുന്നത്, ആരെയും വിധിക്കരുത്. കാരണം കർത്താവിനറിയാം ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെയായിപ്പോയത്, ഒരു വ്യക്തി ദേഷ്യക്കാരനായിപ്പോയത് എന്തുകൊണ്ടാണ് കർത്താവിനറിയാം. അവൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ കിട്ടി. ഇവൾ എന്താ ഇത്ര പിടിവാശി കാണിക്കുന്നത്? കർത്താവിന് മാത്രമേ അതിൻ്റെ കാര്യം അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവം മനുഷ്യരോട് പറയുന്നത്, കാര്യം അറിയാതെ നിങ്ങൾ വിധിക്കരുത്, ഹൃദയം കാണാതെ വിധിക്കരുത്. ഇതെല്ലാം കാണുന്ന ദൈവം കരുണയുടെ കരം നീട്ടിക്കൊടുക്കുകയാണ്, കരുണയുടെ മഴ പെയ്യുകയാണ്. എന്നിട്ട് ഈ പാപത്തിൽ കിടക്കുന്ന വ്യക്തികളെ ദൈവം പതുക്കെ വളർത്തിയെടുക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം. ഇതിനു വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു കടന്നു വന്നത്. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കർത്താവേ, എന്നിൽ ഒരുപാട് കുറവുകളുണ്ട്, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടും പലപ്പോഴും വീണു പോകുന്നത് കൊണ്ട് എനിക്ക് എന്നോട് തന്നെ പലപ്പോഴും ഒരു വെറുപ്പ് തോന്നിയിട്ടുണ്ട്, ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ട്. യേശുവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എൻ്റെ മേൽ സമൃദ്ധമായിട്ട് അയച്ചുകൊണ്ട് അങ്ങയുടെ കരുണയുടെ കൈക്ക് പിടിച്ചെന്നെ നയിക്കണമേ കർത്താവേ. അങ്ങയുടെ മാർഗത്തിലൂടെ അങ്ങ് തന്നെ എന്നെ നയിക്കുകയും എന്നെ വളർത്തിയെടുക്കുകയും ചെയ്യണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.